പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ക്യാൻസർ വാർഡിൽ ചേച്ചിക്ക് കൂട്ടിരിക്കുകയാണ് ആ അനിയത്തി. കീമോതെറാപ്പിയുടെ അസ്വസ്ഥതകൾ കൊണ്ട് മയങ്ങിപ്പോയ ചേച്ചി രാത്രിയിൽ എപ്പോഴോ ഉണർന്നു. നോക്കുമ്പോൾ കയ്യിലെ ഡ്രിപ്പ് ഇളകാതെ പിടിച്ചുകൊണ്ട് അനിയത്തി ഉറങ്ങാതെയിരിക്കുന്നു. തളർച്ചയിൽ ചേച്ചിക്ക് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ഉള്ളിൽ അവർ പറഞ്ഞു, അനിയത്തി, നിന്നെ ഞാൻ അറിഞ്ഞില്ലല്ലോ. കവിളിലൂടെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. എന്താ ചേച്ചി, വേദനിക്കുന്നുണ്ടോ? ഇല്ല എന്ന് തലയാട്ടിക്കൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചു. ഉത്കണ്ഠയോടെ അനിയത്തിയിരിക്കുന്നു. കണ്ണടച്ചു കിടന്നാൽ അവൾക്ക് സമാധാനമാകും. ഒരു ചെറു ചിരിയോടെ ചേച്ചി കണ്ണടച്ചു. മനസ്സിലെ തിരശ്ശീലയിൽ 1000 ചിത്രങ്ങൾ. സ്വന്തം അനിയത്തിയല്ല, ഭർത്താവിൻ്റെ അനുജന്റെ ഭാര്യയാണ്. സ്വന്തക്കാരെല്ലാം ദൂരെ നാടുകളിൽ. വരാൻ പോലും പലർക്കും ഒഴിവില്ല. സ്വന്തം അനുജനും ഭാര്യയ്ക്കും ഒന്ന് വന്ന് കാണാൻ പോലുമാകാത്ത തിരക്കാണ്. ഇവൾ ഒട്ടും മടുപ്പില്ലാതെ തന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് കുറേ ദിവസമായി വാർഡിൽ ഒപ്പം നിൽക്കുന്നു. ചേച്ചിയുടെ മനസ്സിൽ പഴയ കാര്യങ്ങൾ തികട്ടി വന്നു. ഇവൾ വിവാഹം കഴിഞ്ഞു വന്നതു മുതലുള്ള കാര്യങ്ങൾ. താൻ എപ്പോഴും ചേച്ചിയുടെ അധികാരത്തോടെ മാത്രമേ നിന്നിട്ടുള്ളൂ. അടുക്കളപ്പണി മിക്കപ്പോഴും അവളുടെ ചുമതലയായിരുന്നു. എത്ര പണി ചെയ്ത് കഷ്ടപ്പെട്ടാലും താൻ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കും. വിദേശത്തുള്ള ബന്ധുക്കൾ എത്രയോ വിലപിടിപ്പുള്ള സാരികൾ തനിക്ക് സമ്മാനമായി തന്നിട്ടും ഒരെണ്ണം പോലും അവൾക്ക് താൻ കൊടുത്തില്ല. വല്ലപ്പോഴും അവളുടെ പക്കൽ നല്ല സാരി കണ്ടാൽ അത് വാങ്ങി ഉടുക്കണമെന്ന് തനിക്ക് നിർബന്ധമായിരുന്നു. എനിക്ക് എന്നു മാത്രമായിരുന്നു തൻ്റെ ചിന്ത. അതിനപ്പുറം ഒരു ലോകമുണ്ടെന്ന് ഒരിക്കലും അറിഞ്ഞതേയില്ല. എന്നിട്ടും ചേച്ചി എന്ന ബഹുമാനം തന്നുകൊണ്ട് ഇവൾ നിഴൽ പോലെ നിന്നു. തൻ്റെ ധിക്കാരത്തോടെയുള്ള പെരുമാറ്റത്തിൽ ഒട്ടും അസഹിഷ്ണുത കാണിച്ചില്ല. എല്ലാം എൻ്റെ അഭിപ്രായം ചോദിച്ചു മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ. അറിയാതെ പോയ ആ സ്നേഹം ചേച്ചിയുടെ തൊണ്ടയിൽ ഒരു വിങ്ങലായി നിറയുകയാണ്. അസുഖം വന്നപ്പോൾ ഏറ്റവും അധികം വിഷമിച്ചത് ഇവളാണ്. അന്നു മുതൽ എപ്പോഴും കൂടെ തന്നെയുണ്ട്. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിൽ പോയ ആഴ്ച അനിയത്തിക്ക് ഒരു വിവാഹത്തിന് പോകേണ്ടി വന്നു. ചേച്ചി സ്നേഹത്തോടെ തൻ്റെ ഏറ്റവും നല്ല സാരി എടുത്തു കൊടുത്ത് അതുടുത്തു പോയാൽ മതി എന്ന് പറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അനിയത്തി അതുടുത്തുകൊണ്ടുവന്ന് മുന്നിൽ നിന്നത്. ചിരിച്ചുകൊണ്ട് അവൾക്കത് നന്നായി ചേരുന്നുണ്ടെന്ന് പറഞ്ഞ് യാത്രയാക്കി. തോരാത്ത ആ കണ്ണുകൾ മനസ്സിൽ നിന്ന് മായുന്നില്ല. തനിക്ക് ഇനി അധിക കാലമില്ല എന്നറിയാം. ആരെയും കൂടുതൽ കഷ്ടപ്പെടുത്താതെ പോകണം എന്നു മാത്രമേയുള്ളൂ. ചുറ്റുമുള്ള ഉത്കണ്ഠ നിറഞ്ഞ മുഖങ്ങൾക്കിടയിൽ ഇപ്പോൾ ഏറ്റവും ആശ്വാസം അനിയത്തിയുടെ സാമീപ്യമാണ്. അവളെപ്പറ്റി ഓർത്തപ്പോൾ വീണ്ടും തൊണ്ടയിൽ ഒരു വിങ്ങൽ. അനിയത്തി, നിന്നെ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇങ്ങനെ ഒരാത്മഗതം നമ്മിൽ നിന്നുയരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. നാളെ എന്തെന്നും എങ്ങനെയെന്നും തിട്ടമില്ലാത്ത ഈ ലോകത്ത് ഇന്ന് എന്ന അസുലഭ ഭാഗ്യത്തെ നമുക്ക് മറക്കാതിരിക്കാം. ഒപ്പമുള്ള പ്രിയപ്പെട്ടവരുടെ കരുതൽ തിരിച്ചറിയാൻ ശ്രമിക്കാം. അനിയത്തി, നീ എനിക്ക് പ്രിയപ്പെട്ടവൾ എന്നു പറയാൻ കിട്ടുന്ന ഒരവസരവും നഷ്ടപ്പെടുത്താതിരിക്കാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.